മീഡിയ അല്ല മീഡിയ അവർക്ക് വിഷയം വേണ്ട. ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറു ചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവകാശമില്ലേ? നമുക്കറിയാം ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത രണ്ട് പ്രമുഖ വ്യക്തികളാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. എന്തായാലും ഞാൻ അവരോട് വ്യവസായത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. വ്യവസായത്തെപ്പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്ക് അത് ഒഴിച്ച് വേറൊന്നും അറിയില്ല. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും യുപിയുടെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. അപ്പൊ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്. അവരോട് സംസാരിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങൾ? അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണം. ഒരു കച്ചവടക്കാരനാകുമ്പോൾ എല്ലാവരായിട്ടും ബന്ധം വേണമല്ലോ. കാരണം നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ രാഷ്ട്രീയം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ കച്ചവടം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുക. പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറു ചോദിക്കട്ടെ. പ്രതിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവകാശമില്ലേ? ലക്നൗ മാളിലേക്ക് ശ്രീ എം എ യൂസഫലിയുടെ ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. ഉണ്ടായി, ഒരാഴ്ചക്കുള്ളുണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ഇന്നലെ 1,35,000 ആൾക്കാർ അവിടെ വന്നു. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ 1,60,000 ആൾക്കാർ അവിടെ വന്നു. പിന്നെ നാണക്കെടുത്തില്ല. ഇത് കുറച്ച് മീഡിയ അല്ല മീഡിയ അവർക്ക് വിഷയം വേണ്ടേ? മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അത് പറയട്ടെ. അത് പറയണത് സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയ ആയാലും ശരി, മറ്റേ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി, ദേ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. പക്ഷെ നമ്മൾക്ക് ലാഭമാണ്, കാരണം ഫ്രീ ആയിട്ട് അഡ്വർടൈസ് കിട്ടിയല്ലേ ലോകം മുഴുവൻ. അതാണ് ഇപ്പോൾ 1,30,000 1,50,000 ഒക്കെ വരുന്നത്. ആരും പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് മീഡിയ എന്തോ പറഞ്ഞോട്ടെ, ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ. ഇത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ റീച്ച് കിട്ടണം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? യൂസഫലിനെ ടാർഗറ്റ് ചെയ്താൽ എൻ്റെ 32,000 മലയാളികളുണ്ട്. അതിലൊരു 15,000 കണ്ടാൽ മതി. എനിക്ക് അവരോട് പറയാൻ പറ്റില്ല നിങ്ങൾ സോഷ്യൽ മീഡിയ കാണരുതെന്ന്. അപ്പോൾ റീച്ച് കിട്ടി അവർക്ക് കാശ് കിട്ടണം. അങ്ങനെ എൻ്റെ പേര് വിറ്റിട്ട് കാശ് കിട്ടണമെങ്കിൽ അങ്ങനെയും ജീവിക്കുന്നവരുണ്ട് പലരും. തൽക്കാലം ഇത്രയും